നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. SSLC +2 പരീക്ഷകൾക്ക് തുടക്കം. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിൽ നിന്ന് 3517 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 30-ന് പരീക്ഷ സമാപിക്കും. റമദാൻ വിപണി. താരങ്ങളായി നോമ്പുതുറയ്ക്ക് മലബാർ വിഭവങ്ങൾ. കണ്ണൂരിൽ നിന്നടക്കമുള്ള നോമ്പുതുറ പലഹാരങ്ങളാണ് തെരുവോരങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. വദനാർബുദം മുൻകൂട്ടി കണ്ടെത്താം. സംസ്ഥാനത്തെ ദന്തൽ ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനാ സൗകര്യം. 7000-ഓളം ദന്തൽ ക്ലിനിക്കുകൾ രോഗനിർണയ കേന്ദ്രങ്ങളായി മാറും. വാളകം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ നിയമനം. ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായാണ് നിയമിക്കുന്നത്. അഭിമുഖം ശനിയാഴ്ച. അന്നൂർ ഡെന്റൽ കോളേജിലെ ലോക വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് അല്ലൂർ എലിക്സറി സ്ഥാപകയും സിഇഒയുമായ ഡോക്ടർ ശ്രദ്ധ പ്രകാശ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 സ്കൂളുകളിൽ നിന്ന് 3517 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായി. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിലും 2 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ഒരു സ്പെഷ്യൽ സ്കൂളിലുമാണ് SSLC പരീക്ഷകൾ നടക്കുന്നത്. പിറവം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കല്ലൂർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ 52 ഹൈസ്കൂളുകളിൽ നിന്ന് 3517 കുട്ടികളും 2 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് 60 കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് 6 വിദ്യാർത്ഥികളും ആദ്യ ദിനം പരീക്ഷ എഴുതി. 322 കുട്ടികൾ പരീക്ഷ എഴുതുന്ന വീട്ടൂർ എബനീസർ സ്കൂളിലാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഒരു വിദ്യാർത്ഥി വീതം പരീക്ഷ എഴുതുന്ന GHS ശിവൻകുന്ന്, NSS HS മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. മലയാളം ഭാഗം 1 ആദ്യ ദിവസത്തെ പരീക്ഷ. വിചാരിച്ചതിലും കൂടുതൽ പരീക്ഷ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മോഡലിനെ അപേക്ഷിച്ച് നല്ല എളുപ്പമായിരുന്നു. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാൻ പറ്റി. കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് തീർന്നോളൂ തോന്നി. പിന്നെ വിചാരിച്ച പോലെ അത്ര പാടൊന്നും ഉണ്ടായില്ല. എളുപ്പമായിരുന്നു, സമയം പക്ഷെ കുറച്ച് കുറവായിരുന്നു. പരീക്ഷാ ഡ്യൂട്ടിക്കായി 52 ചീഫ് സൂപ്രണ്ടുമാരെയും 52 ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരെയും 350 ഇൻവിജിലേറ്റർമാരെയും നിയമിച്ചിട്ടുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ DEO, DD, DGE തലത്തിലും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും പ്രത്യേകം സ്ക്വാഡുകൾ സ്കൂളുകളിൽ പരിശോധന നടത്തും. SSLC +2 പരീക്ഷകൾ 30-ന് സമാപിക്കും. റമദാൻ വിപണിയിലെ താരങ്ങളായി നോമ്പുതുറയ്ക്ക് മലബാർ വിഭവങ്ങൾ. കണ്ണൂരിൽ നിന്നടക്കമുള്ള നോമ്പുതുറ പലഹാരങ്ങളാണ് തെരുവോരങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ ഏതുതരം വിഭവങ്ങളും തയ്യാറാണ്. മുൻകാലങ്ങളിൽ നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങൾ വീടുകളിൽ തന്നെ തയ്യാറാക്കൽ ഒരു ഹരമായിരുന്നു. എന്നാൽ വിപണികളിൽ ഇവ സുലഭമായതോടെ പല വീടുകളിൽ നിന്നും ഈ ശീലങ്ങൾ മാറിത്തുടങ്ങി. കാലം മാറിയതോടെ രീതികളും മാറി. മൂവാറ്റുപുഴ നഗരത്തിൽ വെള്ളൂർക്കുന്നം, EC മാർക്കറ്റ് റോഡ്, കീച്ചേരിപ്പടി, മാർക്കറ്റ് ബസ് സ്റ്റാൻഡ്, പെരുമറ്റം, ചാലിക്കടവ് ജംഗ്ഷൻ, MC റോഡിൽ വാഴപ്പിള്ളി, പുളിഞ്ചൂട്, പള്ളിപ്പടി, സബൈൻപടി, പേഴിക്കാപ്പിള്ളി, പള്ളിച്ചടങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നോമ്പുതുറ വിഭവങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 2ഓടെ തെരുവോരങ്ങളിൽ കച്ചവടത്തിനായി വിഭവങ്ങൾ അണിനിരത്തും. തത്സമയം പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുന്നവരുമുണ്ട്. വൈകിട്ട് 3 മുതലാണ് തത്സമയ കച്ചവടം ആരംഭിക്കുന്നത്. 6:30-യോടെ പലഹാരങ്ങളെല്ലാം വിറ്റഴിച്ച് നോമ്പുതുറയ്ക്കായി വിൽപ്പനക്കാരും പോകുന്നത് റംസാൻ മാസത്തെ പ്രത്യേകതയാണ്. റംസാനിൽ ഇത്തരം വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് പ്രയാസകരമായതിനാൽ ആവശ്യക്കാർ വളരെയധികമാണ്. മലബാർ നോമ്പുതുറ വിഭവങ്ങൾക്കാണ് ആവശ്യക്കാരിലധികവും. ഇത്തരം വിഭവങ്ങളുടെ സാധ്യതയേറിയതിനാൽ നഗരത്തിലെ പ്രധാന ബേക്കറികളിലെല്ലാം ഇതേ പാതയിലാണ്. ഉന്നക്കായ, ചിക്കൻ സമൂസ, ബീഫ് സമൂസ, പഴം നിറച്ചത്, ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, കായ്പോള, കിളിക്കൂട്, കട്ട്ലറ്റ്, നെയ്പത്തിരി, കല്ലുമ്മക്കായ തുടങ്ങിയ വിഭവങ്ങളാണ് വഴിയോരങ്ങളിൽ വിൽപ്പന പൊടിപൊടിക്കുന്നത്. ഏതെടുത്താലും 10 രൂപ മുതലാണ് വില. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വദനാർബുദം മുൻകൂട്ടി കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തെ ദന്തൽ ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനാ സൗകര്യം. സംസ്ഥാനത്തെ 7000-ഓളം ദന്തൽ ക്ലിനിക്കുകൾ രോഗനിർണയ കേന്ദ്രങ്ങളായി മാറും. വദനാർബുദം മുൻകൂട്ടി കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തെ ദന്തൽ ക്ലിനിക്കുകളിൽ സൗജന്യ പരിശോധനാ സൗകര്യം ഒരുക്കുന്നു. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ നടപ്പാക്കുന്ന ഇഡ കാൻവിൻ പദ്ധതിയുടെ ഭാഗമായാണ് സേവനം ലഭ്യമാക്കുന്നതെന്ന് മലനാട് ബ്രാഞ്ച് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 7000-ഓളം ദന്തൽ ക്ലിനിക്കുകൾ രോഗനിർണയ കേന്ദ്രങ്ങളായി മാറും. ഇതിനായി ദന്ത ഡോക്ടർമാർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. വായിൽ ഭേദമാകാത്ത മുറിവുകൾ, ചുവപ്പോ വെള്ളയോ പാടുകൾ, അസാധാരണമായ വളർച്ചകൾ,
രക്തസ്രാവം, വായ തുറക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ സൗജന്യ പരിശോധന പ്രയോജനപ്പെടുത്തണമെന്ന് IDA മലനാട് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ ജോർജ്, സെക്രട്ടറി ഡോക്ടർ ജോൺ മെതിപ്പാട, ഡോക്ടർ സിജു എ പൗലോസ്, ഡോക്ടർ റോണി സെബാസ്റ്റ്യൻ, ഡോക്ടർ റിജു ചാന്ത്യം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവര് പോകുന്നതോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതോ ആയ കേരളത്തിലെ ഏത് ദന്താശുപത്രികളിൽ അവർ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിൽ എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ അറിയിക്കുകയും അവർക്ക് വേണ്ട മറ്റ് തുടർ ചികിത്സാ സംവിധാനങ്ങൾ അതാത് ക്ലിനിക്കുകളിലൂടെ, കാരണം എന്താണെങ്കിലും നമുക്ക് ഡെന്റൽ ക്ലിനിക്കുകളിൽ ഇപ്പോൾ എന്തെങ്കിലും വളർന്നു വരുന്ന ഇപ്പോൾ ബയോപ്സി എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്യാൻസറസ് കണ്ടീഷൻ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ക്ലിനിക്ക് കൊണ്ട് അത് നിൽക്കുന്നില്ല, അതിനപ്പുറം നമ്മൾക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ വേണം. അപ്പൊ നമ്മൾ സർക്കാരുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ചെയ്യുന്നത്. അപ്പോ മുഴുവനായും അവർക്ക് സൗജന്യമായി കിട്ടുന്ന ചികിത്സയായിരിക്കും ഇതിനകത്ത് വരുന്നത്. ഏത് ദന്താശുപത്രി വഴി അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കാർക്കിനോസ് എന്ന് പറയുന്ന ടാറ്റ റിസർച്ച് സെന്റർ ഉണ്ട്, ക്യാൻസർ റിസർച്ച് സെന്റർ ഉണ്ട്, അതിന്റെ എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വായിൽ എന്തെങ്കിലും ഒരു ചുമന്ന പാടോ വെള്ളപ്പാടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എവിടെ പോകാം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയം അവരിലുണ്ടാകാം. ഇനി അത് വേണ്ട, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെന്റിസ്റ്റുകളെ അവരുടെ ലോക്കൽ ഏരിയയിലുള്ള ഏത് ഡെന്റിസ്റ്റ് കണ്ടാലും ഈ ചികിത്സാ സംവിധാനത്തിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആപ്പ് വഴി അവർ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട തുടർ ചികിത്സകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് അവർ ഏത് ഡെന്റിസ്റ്റിനെ കണ്ടോ അവര് വഴി അവർക്കത് നടപ്പിലാക്കി കിട്ടും. ക്യാമ്പയിന്റെ ഭാഗമായി സമീപത്തുള്ള ദന്ത ഡോക്ടർമാരെ കണ്ടെത്താൻ സഹായിക്കുന്ന പ്രത്യേക വെബ്സൈറ്റും ഉടൻ സജ്ജമാകും. വനിതാ ദിനമായ 8-ന് ഉച്ചകഴിഞ്ഞ് 3-ന് പെരുമ്പാവൂർ ആരോഗ്യ ദന്തൽ ക്ലിനിക്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവബോധ ക്ലാസും സ്ക്രീനിംഗും സംഘടിപ്പിക്കും. ഡോക്ടർ ലിനു തോമസ് ക്ലാസിന് നേതൃത്വം നൽകും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് ബജറ്റ് അവതരിപ്പിച്ചത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 55 കോടി രൂപ വരവും 54.5 കോടി രൂപ ചെലവും വരുന്ന മിച്ച ബജറ്റാണ് പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അവതരിപ്പിച്ചത്. 5,99 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ജനറലും 1,61 ലക്ഷം രൂപ പ്രത്യേക ഘടക പദ്ധതികളിലും 48 ലക്ഷം രൂപ ട്രൈബൽ ഘടക പദ്ധതികളിലും 1,41 ലക്ഷം രൂപ റോഡ് ഇതര ഫണ്ടായും ലഭിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും അതുപോലെ ക്ഷീരമേഖല, ആരോഗ്യം, കുടിവെള്ളം ഇതേ പദ്ധതികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തു പോകുന്നത്. അതുപോലെ തന്നെ ആനശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് MLAയുടെയും MP യുടെയും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ആ തരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്ക് കൗ ലിഫ്റ്റിംഗ് പദ്ധതി ഈ വർഷം പുതിയതായി ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടുതലായിട്ട് കടന്നു വന്നുകൊണ്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജിമ്മുകളും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയം പ്രാബല്യത്തിലെത്തുന്നതിന്, സ്വയം പ്രാപ്തി വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംഘങ്ങൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് അവരുടെ സ്വയം തൊഴിൽ ഗ്രൂപ്പുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. അതുപോലെ സ്കൂളുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ കുട്ടികളെ കൂടുതലായിട്ട് കാർഷിക മേഖലയിലേക്ക് അഭിരുചി നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും ഗ്രോ ബാഗുകൾ കൊടുത്തുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് ആസൂത്രണം ചെയ്യുന്നു. MCS Hospital, we take care of your health. വാളകം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP പ്രവർത്തനത്തിനായി LSGD പദ്ധതി വഴി ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഒരു ഡോക്ടറെ നിയമിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം 7-ന് രാവിലെ 11-ന് വാളകം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിൽ പങ്കെടുക്കണം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പെൺകരുത്തിന്റെ ആഘോഷമായി അന്നൂർ ഡെന്റൽ കോളേജിലെ ലോക വനിതാ ദിനാഘോഷം. അല്ലൂർ എലിക്സറി സ്ഥാപകയും സിഇഒയുമായ ഡോക്ടർ ശ്രദ്ധ പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ശാക്തീകരണത്തിന്റെയും അക്കാദമിക് മികവിന്റെയും സന്ദേശവുമായി മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ ലോക വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതകളുടെ നേട്ടങ്ങളെ ആദരിക്കാനും വിദ്യാർത്ഥികളിൽ നേതൃഗുണങ്ങൾ വളർത്താനുമായി സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു.
ആയുർവേദ വെൽനസ് ബ്രാൻഡായ അല്ലൂർ എലിക്സറി സ്ഥാപകയും സിഇഒയുമായ ഡോക്ടർ ശ്രദ്ധ പ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആത്മവിശ്വാസവും ദീർഘവീക്ഷണവും അനിവാര്യമാണെന്ന് ശ്രദ്ധ പറഞ്ഞു. സ്വന്തമായ ഒരു ഡ്രീമല്ല നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ള ഡ്രീംസ് ആണ്. So give yourself the permission to dream. നിങ്ങൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പാരൻസ് ഒക്കെ എല്ലാവരും ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആണ്. മോസ്റ്റ് ഓഫ് മൈ റിലേറ്റീവ്സ് ആർ ഗവൺമെന്റ് ഓഫീഷ്യൽസ്. അപ്പോൾ അവര് എനിക്കും ആഗ്രഹിച്ചത് ഒരു ഗവൺമെന്റ് ജോലി ചെയ്യണം, നിർബന്ധമായി ഗവൺമെന്റിൽ സെക്ടറിൽ കയറണം എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിൽ തന്നെയാണ്. പക്ഷേ when I told them that I want to pursue business, അത് അവർക്ക് ഭയങ്കര ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം ആരും തന്നെ ഫാമിലിയിൽ ആരും തന്നെ ഒരു ബിസിനസ് കാറ്റഗറിന്നോ ഒരു ഓൺടർപ്രണർ ജേർണി എടുത്തിട്ടൊന്നും പരിചയമില്ല. ലിറ്ററലി they are scared to do entrepreneur journey because അതിൽ ഒരുപാട് ups and downs ഉണ്ട്. സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ശ്രദ്ധ പറഞ്ഞു. സ്ത്രീ സംരംഭകത്വത്തിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ശ്രദ്ധ പ്രകാശ് മറുപടി നൽകി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി വിശിഷ്ടാതിഥിയായിരുന്നു. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിലും അന്നൂർ ഡെന്റൽ കോളേജ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. സമൂഹത്തെ പടുത്തുയർത്തണമെങ്കിൽ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മറ്റാരെങ്കിലും കഴിയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. ഈ ഒരു വനിതാ ദിനത്തിന്റെ ആഘോഷ വേളയിൽ നമ്മളെല്ലാത്തിനും ഒരു സ്ത്രീത്വത്തിന്റെ ഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതേസമയം കാലം എത്ര മുൻപോട്ട് പോയാലും സ്ത്രീ സുരക്ഷിതയല്ല എന്നുള്ള ഈ ഒരു വസ്തുതയും സമൂഹത്തിന് മുമ്പിൽ നിന്ന് നേടിച്ചു നിൽക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും ഇന്ന് പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വിവാഹിതരായതിനു ശേഷം ഡൗറിയുടെ പേരിലും മറ്റു പല കാര്യങ്ങളുടെ പേരിലും ഭർത്താക്കന്മാരാലും അവരുടെ കുടുംബങ്ങളാലും ആക്രമിക്കുന്ന സ്ഥിതിയും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ചടങ്ങിൽ മുഖ്യാതിഥിയെയും വിശിഷ്ടാതിഥിയെയും കോളേജ് അധികൃതർ ആദരിച്ചു. ദന്തചികിത്സ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ആദരവ് നൽകി. ഇവരുടെ കഠിനാധ്വാനത്തെയും പ്രൊഫഷണൽ മികവിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. അക്കാദമിക് മികവിനും ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കും നൽകിയ അംഗീകാരം പ്രൊഫഷണൽ മേഖലയിലെ മികവിനുള്ള സാക്ഷ്യപത്രമായി മാറി. കോളേജിലെ വനിതാ ഫോറമായ അന്നൂർ വിമൻ ബ്രിഗേഡിന്റെ പ്രവർത്തനങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ ഷീ റൈസ് എന്ന ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് TS റഷീദ്, ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ TS ബിന്യാമിൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി, വൈസ് പ്രിൻസിപ്പലും AWB ചെയർപേഴ്സണുമായ ഡോക്ടർ ലിസ ജോർജ്, സ്റ്റുഡൻസ് ഡീൻ ഡോക്ടർ ജോസ് പോൾ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. ലോക വനിതാ ദിന പ്രമേയമായ നൽകുന്നതിലൂടെ നേടുക എന്ന ആശയത്തെ മുൻനിർത്തി വിവിധ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കോളേജ് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികളുടെ നൃത്തശില്പവും അരങ്ങേറി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.